കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഫങ്ഷണൽ ഇംഗ്ലീഷിലെ ഇലക്ട്രോണിക് മീഡിയ എന്ന പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ എന്ന മൊഡ്യൂൾ 1-ൽ അതിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ്, ഇലക്ട്രോണിക് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് റൈറ്റിംഗ്, നമ്മുടെ ദൂരദർശൻ, AARനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് മീഡിയ എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ റെഫേഴ്സ് ടു മീഡിയ ദാറ്റ് യൂസസ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ടെക്നോളജി ടു ഡിസെമിനേറ്റ് ഇൻഫർമേഷൻ, entertainment or educational content to a wide audience. സോ ഇലക്ട്രോണിക് മീഡിയ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിക് മീഡിയ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷനോ എൻ്റർടൈൻമെൻറ്റോ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റോ എന്ത് രീതിയിലുള്ള ഇൻഫർമേഷനോ ആവാം, അത് ഒരു വൈഡ് ഓഡിയൻസിലേക്ക് പാസ് ചെയ്യുക. അതാണ് ഇലക്ട്രോണിക് മീഡിയ ചെയ്യുന്ന അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ 3 തരത്തിലുണ്ട്. ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയ ഉണ്ട്, മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോംസും ഉണ്ട്. സോ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ വരുന്നത് റേഡിയോ, ടെലിവിഷൻ, സാറ്റലൈറ്റ് ടെലിവിഷനാണ്. ഡിജിറ്റൽ മീഡിയയിൽ വരുന്നതാണ് ഇൻ്റർനെറ്റ്, അതായത് വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ്, ഓൺലൈൻ ന്യൂസ് കാര്യങ്ങളെല്ലാം. പിന്നെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഇതെല്ലാം. പിന്നെ പോഡ്കാസ്റ്റ്, ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് പോലുള്ള. പിന്നെ മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോംസ്, നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന CD, DVD, വീഡിയോ ഗെയിംസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ ദാറ്റ് റെഫേഴ്സ് ടു എ മീഡിയ ദാറ്റ് യൂസസ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ടെക്നോളജി. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷനോ എൻ്റർടൈൻമെൻറ്റോ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള കണ്ടൻറ്റും വൈഡ് ഓഡിയൻസിലേക്ക്, ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതാണ് ഇലക്ട്രോണിക് മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ടെലിവിഷൻ ആവാം, റേഡിയോ ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് ആവാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആവാം. ഇതെല്ലാം ഈ ഒരു ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക് മീഡിയയുടെ മെയിൻ ടൈപ്സ്, ഒന്ന് ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണ്. അതിൽ വരുന്നതാണ് റേഡിയോയും ടെലിവിഷനും. റേഡിയോ എന്ന് പറയുന്നത് ഓഡിയോ കണ്ടന്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ കണ്ടന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് റേഡിയോ എന്ന് പറയുന്നത്. അതായത് ഓഡിയോ മാത്രമേ നമുക്ക് അതിലൂടെ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലേ? ദെൻ ടെലിവിഷൻ, വീഡിയോ ആൻഡ് ഓഡിയോ കണ്ടന്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്രോഡ്കാസ്റ്റ് സിഗ്നൽസ്. ഇവിടെ മറ്റത് റേഡിയോ വേവ്സ് ആണെങ്കിൽ ടെലിവിഷൻ എന്താണ്? ബ്രോഡ്കാസ്റ്റ് സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കും. അതിൽ വീഡിയോ പ്ലസ് ഓഡിയോ ആയിരിക്കും, നമുക്ക് കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ഡിജിറ്റൽ മീഡിയയിൽ വരുമ്പോൾ ഇൻ്റർനെറ്റ് ആണ് ആദ്യത്തെ വരുന്നത്. ഓൺലൈൻ കണ്ടന്റ് ഇൻക്ലൂഡിങ് വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ്, ഓൺലൈൻ ന്യൂസ്, ഇതെല്ലാം ഇൻ്റർനെറ്റിൽ വരുന്നതാണ്. ദെൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. ദെൻ പോഡ്കാസ്റ്റ് നമുക്കറിയാം ഓഡിയോ കണ്ടന്റ് ആണ്. ഓൺലൈനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓഡിയോ കണ്ടന്റ്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന മാത്രമായിട്ടുള്ള ഓഡിയോ, മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ. ദെൻ ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് പോലുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസസും ഇതെല്ലാം ഡിജിറ്റൽ മീഡിയത്ത് വരുന്നത്. മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ CD, DVD പോലെ, അതായത് ഫിസിക്കൽ മീഡിയ ആണ് ഫോർ സ്റ്റോറിങ് ആൻഡ് പ്ലേയിങ് ഓഡിയോ ആൻഡ് വീഡിയോ കണ്ടന്റ്. നമ്മൾ പണ്ടൊക്കെ CD ഉപയോഗിച്ചിരുന്നത്, അല്ലേ? അതായത് ഓഡിയോയും വീഡിയോയും കണ്ടന്റും നമ്മൾ പ്ലേ ചെയ്യാൻ ഒരു മീഡിയ യൂസ് ചെയ്ത്, ഒരു ഫിസിക്കൽ മീഡിയ ആണ്, അല്ലേ? നമ്മുടെ കയ്യിൽ കിട്ടും ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു CD. അതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് ആ ഒരു ഫിസിക്കൽ മീഡിയം യൂസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് നമ്മൾ പ്ലേ ചെയ്യും, വീഡിയോ പ്ലസ് ഓഡിയോ കണ്ടന്റ്. പിന്നെ വീഡിയോ ഗെയിംസ്, അതായത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് ആണത്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഫോണിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, അല്ലെ മൊബൈൽ ഡിവൈസസിനുള്ളത്. പിന്നെ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന VR, AR. ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് ലൈക്ക് സ്റ്റുഡിയോസിനൊക്കെ വരുന്നതാണ്. വിർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോസ് അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് ഡിജിറ്റൽ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും റിയാലിറ്റിയിൽ വിർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റുഡിയോസ് കാര്യങ്ങളൊക്കെ, അതെല്ലാം മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രോഡ്കാസ്റ്റ് റൈറ്റിംഗ് ആണ് അടുത്ത് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജേർണലിസമൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം ക്ലാരിറ്റി കൺസൈസ്നെസ്സിന് ഇമ്പോർട്ടൻ്റ് എത്രയാണെന്നല്ലേ. ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്, ക്ലാരിറ്റിയിലും കൺസൈസ്നെസ്സിലുമാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് റൈറ്റിങ്ങിൽ എഴുതേണ്ടത്. എന്തായിരിക്കണം? ക്ലാരിറ്റി ഒന്ന് ക്ലിയർ ആയിരിക്കണം, ആൻഡ് കൺസൈസ്നെസ് ചുരുക്കി ആയിരിക്കണം. സോ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. അവോയ്ഡ് കോംപ്ലക്സ് വൊക്കാബുലറി ആൻഡ് ജാർഗൺ. ജാർഗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫീൽഡിൽ മാത്രമുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമുക്കറിയാം. അതായത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അത് പുറത്തുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ ഇപ്പോൾ അഡ്വക്കേറ്റ്സുമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും, അതൊന്നും പുറത്തുള്ളവർക്ക് അറിയില്ല. അതേപോലെ തന്നെയാണ് ജേർണലിസ്റ്റുമാർ സംസാരിക്കുന്ന കുറേ ഷോർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പുറത്തുള്ളവർക്ക് അറിയില്ല, മറ്റുള്ളവർക്ക് അറിയില്ല, കോമൺ ആയിട്ടുള്ള പീപ്പിളിന് അറിയില്ല. അപ്പോൾ അതിനെയാണ് ടെക്നിക്കൽ
ജാർഗൺസ് എന്നൊക്കെ പറയാം, ടെക്നിക്കൽ വേർഡ്സ് എന്നൊക്കെ. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം എഴുതേണ്ടത്. കോംപ്ലക്സ് ആയിട്ടുള്ള വൊക്കാബുലറി ഒന്നും യൂസ് ചെയ്യാതെ, കടുകട്ടി വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് ആയിരിക്കണം. കീപ് ഷോർട്ട് സെൻറ്റൻസസ് ബ്രീഫ് ആൻഡ് കൺസൈസ്. ബ്രീഫായിട്ട് കൺസൈസ്, അതായത് ചുരുക്കിയ രൂപത്തിൽ വേണം നമ്മൾ സെൻറ്റൻസ് എഴുതാൻ, അല്ലാതെ വലിച്ചു വാരി എഴുതരുതെന്ന്. പിന്നെ ക്ലിയർ സ്ട്രക്ചർ ആയിരിക്കും. യൂസ് ലോജിക്കൽ ആൻഡ് ഈസി ടു ഫോളോ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ടു ഫോളോ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇമ്മീഡിയസി ആൻഡ് എൻഗേജ്മെൻറ്റ്. പ്രസൻറ്റ് ടെൻസും ആക്റ്റീവ് വോയിസും കൺവേർസേഷണൽ ടോണാണ് അതിൽ വരുന്നത്. ഇമ്മീഡിയസിയും എൻഗേജ്മെൻറ്റും. സോ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ യൂസ് ദ പ്രസൻറ്റ് ടെൻസ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഇമ്മീഡിയസി. നമ്മൾ എഴുതുമ്പോൾ ബ്രോഡ്കാസ്റ്റ് റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ നമ്മളൊരു ഇമ്മീഡിയസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യുക, അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ടെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുക. ആൻഡ് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. നമ്മൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കോൺവെർസേഷണൽ ടോൺ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷണൽ ടോൺ. നമ്മളൊരു സുഹൃത്തിനോടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ പോലെ ഒരു കോൺവെർസേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോണിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വിഷ്വൽ ആൻഡ് ഓഡിയോ എലമെൻറ്റ്സ്. ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. യൂസ് വിവിഡ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടു പെയിൻറ്റ് പിക്ചർ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു വിവിഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. ആൻഡ് ഇത് വിഷ്വൽ ആൻഡ് ഓഡിയോ എലമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഓഡിയോ ക്യൂസ് കൊടുക്കുക, ലൈക്ക് സൗണ്ട് എഫക്ട്സും മ്യൂസിക്. ഇപ്പോൾ നമ്മളൊരു ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യമാണല്ലോ പറയുക. ഇപ്പോൾ ന്യൂസിലാണെങ്കിൽ നമ്മൾ ഒരു വാർത്ത കാണുകയാണെങ്കിലും അതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എഫക്റ്റും സൗണ്ട് എഫക്റ്റും മ്യൂസിക്കും എല്ലാം കൊടുക്കണം. ദെൻ വിഷ്വൽ ക്യൂസ് കൊടുക്കണം. വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് ക്യാമറ ആംഗിൾസ്, ലൈറ്റ്നിങ്, അങ്ങനെയുള്ള വിഷ്വൽ എലമെൻറ്റ്സും അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ആക്യുറസി. നമ്മൾ എന്ത് എഴുതുമ്പോഴും, പ്രത്യേകിച്ച് ജേർണലിസം റൈറ്റിങ്ങിൽ എന്തായിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം അല്ലേ. സോ ഒബ്ജക്റ്റീവ് ടോൺ ആയിരിക്കണം. മെയിൻറ്റെയിൻ ആൻഡ് ഒബ്ജക്റ്റീവ് ടോൺ അവോയ്ഡിങ് ബയസ് ആൻഡ് ഒപ്പീനിയൻ. നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ, ഒരു പക്ഷം ചാരാതെ, ബയസ്ഡ് ആവാതെ നമ്മൾ കാര്യം എന്താണ് സത്യസന്ധമായി എഴുതുന്ന രീതി, അല്ലെങ്കിൽ തുറന്ന് പറയുന്ന രീതിയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബയസ്സായിട്ട് ഒരു ഒപ്പീനിയൻ, നമ്മുടേതായിട്ടുള്ള, നമുക്ക് പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് പല രീതിയിലുള്ള ബയസ് ഉണ്ടാവും. നമുക്കൊരു രീതിയിലുള്ള രാഷ്ട്രീയം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളൊരു കാസ്റ്റിൽ ബിലോങ് ചെയ്യുന്നവരാവാം, ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബയസാണ്, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും അതല്ല. പക്ഷെ അത് നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ന്യൂസ് റൈറ്റിംഗിൽ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കാണിക്കരുത്. നമ്മൾ എന്താണോ സത്യം അത് സത്യമായിട്ട് എഴുതുക, അല്ലാതെ നമ്മുടെ ഒപ്പീനിയൻ അതിൽ കലർത്തി ബയസ് ആവരുത്. ദെൻ ആക്യുറേറ്റ് ഇൻഫർമേഷൻ. എൻഷുർ ആക്യുറസി ആൻഡ് ഫാക്ട് ചെക്ക് ഇൻഫർമേഷൻ. ആക്യുറസി ഉണ്ടാവണം, ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം കൊടുക്കണം. ആക്യുറേറ്റ് എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, സത്യസന്ധമായിട്ടുള്ള, അല്ലാതെ നമ്മൾ തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്യരുത്. ദെൻ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് സത്യസന്ധമാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഫെയർ റെപ്രസെൻറ്റ് ഓൾ സൈഡ്സ് ഓഫ് എ സ്റ്റോറി ഫെയർലി. ഒരു സ്റ്റോറി കിട്ടുമ്പോൾ അതിലെല്ലാ വശവും നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ ഒരാളുടെ മാത്രം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം നമ്മൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മാത്രം നമ്മൾ പുറത്തു വിടരുത്. എല്ലാ ഭാഗത്തുമുള്ള ആൾക്കാരുടെയും പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കണം. ദെൻ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് എൻഗേജിങ് ഹെഡ്ലൈൻസ്. നമ്മളെല്ലാവരും ഹെഡ്ലൈൻസ് നോക്കിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാലത്തിലൊക്കെ ആണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ തമ്പനെയിൽ നോക്കി നമ്മൾ ക്ലിക്ക് ചെയ്യുമല്ലോ. നല്ല തമ്പനെയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിലായിരിക്കും നമ്മൾ എടുക്കുക. അതുപോലെ തന്നെയാണ് ഹെഡ്ലൈൻസിൻ്റെ കാര്യം. ഹെഡ്ലൈൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റി, ഗ്രാബ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിയുടെ തന്നെ ഒരു വിജയം അതാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് എഴുതുക എന്നുള്ളതാണ്. ദെൻ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ടു മേക്ക് ദ കണ്ടന്റ് മോർ റിലേറ്റബിൾ. കണ്ടന്റ് നമുക്ക് റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ട്, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് പറയുക, കഥകൾ പറയുന്ന പോലെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇഷ്ടം അല്ലേ, ഒരു കഥ പറയുന്ന പോലെ കേട്ട്. നമ്മൾ ഇപ്പോൾ എക്സാമിലൊക്കെ ആണെങ്കിലും പഠിക്കുമ്പോൾ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ, കഥ പറഞ്ഞ് കേൾക്കുന്ന പോലെ പഠിച്ച് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ, പെട്ടെന്ന് മനസ്സിലാവുക ചെയ്യും. അപ്പോൾ ആ ഒരു രീതി ഇവിടെ യൂസ് ചെയ്യാം. ദെൻ റിപ്പീറ്റ് കീ ഇൻഫർമേഷൻ ടു റീഇൻഫോഴ്സ് ദ മെസ്സേജ്. എപ്പോഴും ഈ റെപ്പറ്റീഷൻ കൊണ്ട് ആ ഒരു മെസ്സേജിനെ, ആ ഒരു ഇൻഫർമേഷനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുക. കീ ഇൻഫർമേഷൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ന്യൂസ് ചാനൽസിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, 10-15 മിനിറ്റ് നമ്മളൊരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞത് തന്നെയായിരിക്കും, ഫസ്റ്റ് പറഞ്ഞ തന്നെയായിരിക്കും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്റ്റോറി തന്നെയായിരിക്കും, അതിൽ കീ ഇൻഫർമേഷൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്, അതിൻ്റെ
വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കുക, ആ ഒരു ഇൻഫർമേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള മനസ്സിലാക്കി കൊടുക്കാനും പിന്നെ പലതരത്തിലുള്ള ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കാരണം ഒരു സമയത്ത് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഒരു വാർത്ത തുടങ്ങുമ്പോൾ ആ സമയത്ത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ കാണുന്ന ആളായിരിക്കില്ല അവസാനിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നീട് ആ ന്യൂസ് കാണുന്നവർക്കും മനസ്സിലാവണമല്ലോ അതിലെന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് കോൺവെർസേഷണൽ സ്റ്റൈലിൻ്റെ എന്താണെന്നുള്ളതാണ്. കോൺവെർസേഷണൽ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് റൈറ്റിങ്ങിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫോർമൽ ടോണിൽ എഴുതുന്ന ഒരു രീതിയാണ് കോൺവെർസേഷണൽ സ്റ്റൈൽ. അതായത് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന രീതി, നമ്മൾ ഒരു സാധാരണ ഭയങ്കര ഇൻഫോർമലായിട്ടല്ല, ഭയങ്കര ഫോമലായിട്ടൊന്നുമല്ല നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുക. അപ്പോൾ അത്രയും ഇൻഫോർമലായിട്ട് നമ്മളൊരു ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന പോലെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന രീതിയാണത് കോൺവെർസേഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ യൂസിങ് കോൺട്രാക്ഷൻസ് ലൈക്ക് ഡോണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡു നോട്ട് ക്രിയേറ്റ്സ് എ മോർ റിലാക്സ്ഡ് ടോൺ. സോ ഇതിൽ പറയുന്നത് ലൈക്ക് ഡു നോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോമലായിട്ട് പറയുന്നതാണ്, പക്ഷെ നമ്മൾ കോൺവെർസേഷൻ വരുമ്പോൾ ഡോണ്ട് എന്നായിരിക്കും പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. ദെൻ കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഇൻകോർപ്പറേറ്റിംഗ് എവറിഡേ എക്സ്പ്രഷൻസ് ആൻഡ് ഇഡിയംസ് മേക്സ് ദ കണ്ടന്റ് മോർ റിലേറ്റബിൾ. സോ എവറിഡേ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ഇഡിയംസോ ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ പല രീതിയിലുള്ള കേസുകൾ നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ അറിയാം, നമ്മൾ പല സിനിമ ഡയലോഗും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ തുടങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരിക്കും പറയുക. അപ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കും എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ ഒരു എക്സ്പ്രഷൻസ് അതിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ പ്രൊനൗൺസ് യൂസിങ് പ്രൊനൗൺസ് ലൈക്ക് ഐ, യു ആൻഡ് വി ക്രിയേറ്റ് എ സെൻസ് ഓഫ് കണക്ഷൻ വിത്ത് ഓഡിയൻസ്. സോ പേഴ്സണൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുക, അതായത് ഞാൻ, നീ അല്ലെങ്കിൽ നിങ്ങൾ, താങ്കൾ, നമ്മൾ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത് ഓഡിയൻസിന് കുറച്ചുകൂടെ കണക്റ്റഡ് ആക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഷോർട്ട് സെൻറ്റൻസസ് ബ്രീഫ് സെൻറ്റൻസസ് മിമിക് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് കോൺവെർസേഷൻ. എപ്പോഴും ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ ഇൻഫോർമൽ വൊക്കാബുലറി യൂസിങ് എവറി ഡേ ലാംഗ്വേജ് ഇൻസ്റ്റെഡ് ഓഫ് ഫോർമൽ ഓർ ടെക്നിക്കൽ ജാർഗൺ മേക്സ് ദ കണ്ടന്റ് മോർ ആക്സസിബിൾ. സോ വൊക്കാബുലറി യൂസ് ചെയ്യുമ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള വൊക്കാബുലറി, ഞാൻ പറഞ്ഞ പോലെ കോൺവെർസേഷണൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫോർമൽ രീതി ഓഫ് ടോണാണ്, ഇൻഫോർമൽ ടോണാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുക. ഫോർമൽ ആയിട്ടുള്ള ടെക്നിക്കൽ ജാർഗൻസോ അല്ലെങ്കിൽ ഭയങ്കര കടുകട്ടി വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സും വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അടുത്തത് ബെനഫിറ്റ്സ് ഓഫ് കോൺവെർസേഷണൽ സ്റ്റൈൽ എൻഗേജസ് ദ ഓഡിയൻസ്. എന്തൊക്കെയാണ് ഈ കോൺവെർസേഷണൽ സ്റ്റൈൽ നമ്മൾ ഒരു യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജസ് ദ ഓഡിയൻസിനെ എപ്പോഴും എൻഗേജ് ചെയ്യും. കോൺവെർസേഷണൽ ടോൺ എന്ന് പറയുന്നത് ഓഡിയൻസിനെ എപ്പോഴും എൻഗേജ് ചെയ്യുന്ന അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂട്ടുന്ന രീതിയാണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതായത് നമ്മൾ കോംപ്ലക്സ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കോംപ്ലക്സ് വേർഡ്സ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, വളരെ നോർമൽ ആയിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ റിലേറ്റബിൾ ആയിരിക്കും. കോൺവെർസേഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആ കണ്ടന്റ് റിലേറ്റബിളും ഒത്തൻറ്റിക്കും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഇതിനുള്ളത്. ദെൻ ടിപ്സ് ഫോർ അച്ചീവിങ് കോൺവെർസേഷണൽ സ്റ്റൈൽ. ഈ കോൺവെർസേഷൻ സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. റീഡ് അലൗഡ്, നമ്മുടെ സ്ക്രിപ്റ്റ് എപ്പോഴും നല്ല ഒച്ചത്തിൽ വായിക്കുക, നാച്ചുറൽ ആയിട്ട് തന്നെ റീഡ് അലൗഡ് എന്നുള്ളത്. ദെൻ യൂസ് എവറിഡേ ലാംഗ്വേജ്, ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ജാർഗൺസും കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ ടേംസും എല്ലാം അതൊന്നും നെസസറി അല്ല, അതൊന്നും ആവശ്യമുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എവറിഡേ ലാംഗ്വേജ്, നമ്മളെന്നും സംസാരിക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ദെൻ ബി ഒത്തൻറ്റിക്, നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടോണ്, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ടോണാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി നമ്മൾ കാണിക്കണം. ദെൻ കീപ്പ് ഇറ്റ് കൺസൈസ്, നമ്മൾ എപ്പോഴും ഷോർട്ട് സെൻറ്റൻസ് ആയിരിക്കണം, പാരഗ്രാഫ് എല്ലാം ഷോർട്ടാക്കിയിട്ട് കോൺവെർസേഷണൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് കോൺവെർസേഷണൽ സ്റ്റൈലിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ്. ദെൻ ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ടെലിഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. തസ്നീസ് വേ എന്ന് തന്നെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം, ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഇടാം. ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അതിനകത്ത് എല്ലാ നോട്ട്സും ഉണ്ട്. ഫസ്റ്റ് സെം മുതലുള്ള എല്ലാ സബ്ജക്റ്റും ഞാനിട്ട എല്ലാ വീഡിയോസിൻ്റെ നോട്ട്സും അതിനകത്തുണ്ട്. ഇതിൻ്റെ നോട്ട്സും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ കുറച്ച് ഹിസ്റ്ററിയാണ് നോക്കുന്നത്. ഹിസ്റ്ററി ഓഫ് റേഡിയോ ഇൻ ഇന്ത്യ. ആദ്യം റേഡിയോയുടെ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. സോ ഏർലി ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 1920s to 30s ആണ് ഏർലി ഇയേഴ്സിൽ വരുന്നത്. സോ 1927 ആദ്യമായിട്ട് ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുന്നത്. ജൂലൈ 23 ബോംബെയിൽ വെച്ച്, അതായത് മുംബൈയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുന്നത്.
ദെൻ അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആയിട്ടാണ് വന്നത് ആദ്യം 1927 എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നായിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്പാൻഷനും നാഷണലൈസേഷനും വന്നു. നമ്മൾ ബാങ്കുകൾക്കൊക്കെയുള്ള നാഷണലൈസേഷൻ പോലെ തന്നെ റേഡിയോനും നാഷണലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. 1930s to 50s ആണ് അതിൻ്റെ ഒരു എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞല്ലോ IBC എന്നുള്ള പേരിലാണ് റേഡിയോ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അത് പിന്നീട് AIR ആയിട്ട് മാറി, അതായത് ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് 1936 ഗവൺമെൻറ് ഓൺഡ് ബ്രോഡ്കാസ്റ്ററായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ അത് മാറി. ആൻഡ് നാഷണലൈസേഷൻ 1948 നാഷണലൈസേഷൻ സംഭവിക്കുന്നതും IBCൻ്റെ എല്ലാ അസറ്റ്സും AIR എന്നുള്ളതിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഗവൺമെൻറ് ഓൺഡ് ബ്രോഡ്കാസ്റ്റർ ആയിട്ട് AIR ദൂരദർശൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആകാശവാണി എന്നൊക്കെ പറയുന്ന ആ റേഡിയോ ഗവൺമെൻറ് ഓൺഡായിട്ട് മാറുകയും ചെയ്തു. ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് 1950s to 80s എക്സ്പാൻഷൻ ഓഫ് സർവീസസ് വരിക ചെയ്തു. അതായത് AIR നമ്മുടെ എൻറ്റയർ കൺട്രിയിൽ, ഇന്ത്യ എന്ന കൺട്രിയിലെ എല്ലാ ഭാഗത്തേക്കും സർവീസസ്, പുതിയ സ്റ്റേഷൻസും ട്രാൻസ്മിറ്റേഴ്സും എല്ലാം വെച്ച് സർവീസസ് എക്സ്പാൻഡ് ചെയ്തു. ആദ്യം തുടങ്ങുമ്പോൾ മുംബൈയിൽ മാത്രമായിരുന്നു. പിന്നീട് അക്രോസ് ദ കൺട്രി എല്ലാവിടെയും എക്സ്പാൻഡ് ചെയ്ത് സർവീസസ് തുടങ്ങി. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് FM റേഡിയോ ഫ്രീക്വൻസി മൊഡ്യൂലേഷൻ റേഡിയോ തുടങ്ങുന്നത് 1977 ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇന്ത്യയിൽ. ദെൻ പിന്നീട് 1990s to പ്രസൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നു. നമുക്കറിയാം എല്ലാ മേഖലയിലും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്നും സ്റ്റിൽ. സോ പ്രൈവറ്റ് FM റേഡിയോസ് ആരംഭിച്ചത് ഈ 1990s ശേഷവും ഇപ്പോഴും ഓരോന്നും തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്നുള്ളൊരു രീതിയായി, അതായത് ഗവൺമെൻറ് ഓൺഡ് FM അല്ലാതെ, ഗവൺമെൻറ് ഓൺഡ് റേഡിയോ അല്ലാതെ പ്രൈവറ്റ് FM റേഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ തുടങ്ങി. 1999 ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് FM റേഡിയോ ഒക്കെ വരുന്നത്. പിന്നെ ഡിജിറ്റൽ റേഡിയോയിലേക്ക് മാറി. 2008 AIR ഡിജിറ്റൽ റേഡിയോ സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. AIRൻ്റെ തന്നെ ഡിജിറ്റൽ റേഡിയോ സർവീസസ്. ദെൻ ഓൺലൈൻ റേഡിയോ, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ റേഡിയോ എന്ന് പറയുന്നത്. അതിലുള്ള കണ്ടൻറ്റും സർവീസും എല്ലാം ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓൺലൈൻ റേഡിയോ വരുന്നതും ഈ ഒരു 1990s ശേഷം. അടുത്തത് ടെലിവിഷൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1880s to 1930s ആദ്യഘട്ടം വരുന്നത്. അതിൽ പോൾ നിപ്കോസിൻ്റെ ഇൻവെൻഷനാണ് ഈ ആദ്യത്തെ ഇലക്ട്രോ മെക്കാനിക്കൽ ടെലിവിഷൻ സിസ്റ്റം. 1884 പോൾ നിപ്കോ എന്ന് പറഞ്ഞൊരു ആളാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ജോൺ ലോഗി ബേഡ്സ് ഡിമോൺസ്ട്രേഷൻസ് വന്നു. 1926 ജോൺ ലോഗി ബേഡ് എന്ത് ചെയ്തു? ഫസ്റ്റ് പബ്ലിക് ടെലിവിഷൻ ട്രാൻസ്മിഷൻ നടത്തി. ദെൻ മെക്കാനിക്കൽ TV systems were developed in the late 1920s and early 1930s. 1920s-നും 1930s-നും ഇടയിൽ ആ ഒരു കാലഘട്ടത്തിലാണ് മെക്കാനിക്കൽ TV വരുന്നത്. പിന്നീട് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഒക്കെ സംഭവിച്ചു 1930s to 1950s ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. ഇലക്ട്രോണിക് TV വന്നു. ഇലക്ട്രോണിക് TV സിസ്റ്റംസ് റീപ്ലേസ്ഡ് മെക്കാനിക്കൽ TV. 1930s ആകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മെക്കാനിക്കൽ TV ആണ് ആദ്യം വന്നതെങ്കിൽ അത് മാറി ഇലക്ട്രോണിക് TV സിസ്റ്റംസ് വന്നു. ഇന്ന് നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് TVs ആണ്. അപ്പോൾ ഇലക്ട്രോണിക് TV വന്നു ആ സമയത്ത് ലേറ്റ് 1930s വന്നു. ദെൻ ഫസ്റ്റ് TV ബ്രോഡ്കാസ്റ്റ് വന്നു. റെഗുലർ TV ബ്രോഡ്കാസ്റ്റ്, അതായത് നിരന്തരം എല്ലാ ഡെയിലി വരുന്ന റെഗുലർ TV ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് കിങ്ഡമിലുമാണ്. UK-ലും US-ലുമാണ് 1930s ആ ഒരു അവസാന ലേറ്റ് 1930s. ദെൻ കളർ TV വന്നു. ആദ്യമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു TV അല്ലേ. പിന്നീട് കളർ TV വന്നു. കളർ TV എന്ന് പറയുന്നത് 1940s-ലും 1950s ആ ഒരു കാലഘട്ടത്തിലാണ് അവൈലബിൾ ആയി തുടങ്ങിയത്. എക്സ്പാൻഷൻ ആൻഡ് സാറ്റുറേഷൻ നോക്കുകയാണെങ്കിൽ 1950s to 1980s എന്നുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ TV ബിക്കംസ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതായിട്ട് TV മാറി, പോപ്പുലറായി. ആൻഡ് എവിടെയാണ്? അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അല്ലേ. TV became a staple of American and European households in 1950s and 1960s. 1950s 60s അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം അത് പോപ്പുലറായി, മെയിൻ സ്ട്രീമായി. ദെൻ സാറ്റലൈറ്റ് TV വന്നു. സാറ്റലൈറ്റ് TV 1960s ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിങ്ങിൽ അലൗ ചെയ്യുന്നുണ്ട്. ദെൻ കേബിൾ TV വന്നു 1970s and 1980s ആ ഒരു കാലഘട്ടത്തിൽ. പുതിയ ഒരുപാട് ചാനലുകളെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് ഒരുപാട് ഇംപ്രൂവ്ഡ് റിസപ്ഷൻ എല്ലാം കൊണ്ട് എന്ത് ചെയ്തു? കേബിൾ TV വന്നു. കേബിൾ ടെലിവിഷൻ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണല്ലോ. ദെൻ മോഡേൺ ഇറ 1990s to പ്രസൻറ്റ് എന്ന കാലഘട്ടം നോക്കുകയാണെങ്കിൽ അതൊരു മോഡേൺ ഇറയാണ്. ഡിജിറ്റൽ TV വന്നത് ആ സമയത്താണ്. 1990s to 2000s ആ ഒരു സമയത്താണ് നമ്മുടെ കൺട്രിയിൽ അനലോഗ് TV എന്നുള്ളത് മാറി ഡിജിറ്റൽ TV വന്നത്. പിന്നെ ഹൈ ഡെഫിനിഷൻ TV HD TVs വന്നു.
2000 മുതൽ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ TV അല്ലേ, അതായത് HD TV. നമ്മുടെ സാധാരണ ഡിജിറ്റൽ TV അല്ലെങ്കിൽ സാധാരണ നോർമൽ TVനേക്കാളും പിക്ചർ ക്വാളിറ്റി എല്ലാം കൂടുതലുള്ള നല്ല ക്വാളിറ്റി ക്ലാരിറ്റി എല്ലാം ഉള്ള ഒരു രീതിയിൽ വന്നു. പിന്നെയാണ് സ്ട്രീമിംഗ് സർവീസസ് വരുന്നത്. നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം എന്നൊക്കെ പറയുന്ന ഓരോ സ്ട്രീമിംഗ് സർവീസസ് എല്ലാം വന്നു. ഇതെല്ലാം ഈ മോഡേൺ ഇറയിലാണ്, 1990s ടു ഇപ്പോൾ പ്രസൻറ്റ് വരെയുള്ളതാണ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് ന്യൂ മീഡിയ ആണ്. ന്യൂ മീഡിയയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1960s ടു 1980s ഏർലി ഡെവലപ്മെൻറ്റ്സ് സംഭവിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ആദ്യമായിട്ട് വരുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അർപ്പാനെറ്റ് ആണ്. അത് 1960s വരുന്നത്. ആദ്യമായിട്ട് ഇറങ്ങിയ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അർപ്പാനെറ്റ്. നമ്മൾ ഇന്ന് കയ്യിൽ എടുക്കുന്ന ടാബ് പോലെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയോ കമ്പ്യൂട്ടർ പോലെയോ സിസ്റ്റം പോലെയോ അല്ല, ആദ്യത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയിട്ടാണ് വന്നിരുന്നത്. അത് അർപ്പാനെറ്റ് ആണ് ആദ്യമായിട്ട് വന്നത്. ദെൻ ഇൻ്റർനെറ്റ് പ്രീകേഴ്സർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് വർക്കിംഗ് ഗ്രൂപ്പാണ്, NWG. അത് 1969 വരുന്നത്. പിന്നീട് BBS, ബുള്ളറ്റിൻ ബോർഡ് സിസ്റ്റം എന്നുള്ളത് വന്നു. ഫസ്റ്റ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണത്. ലേറ്റ് 1970s അത് എമേർജ് ചെയ്തത്. ദെൻ വേൾഡ് വൈഡ് വെബും ഇൻ്റർനെറ്റും WWWൻ്റെ എക്സ്പാൻഷൻ വരുന്നത് 1990s. ടിം ബേണേഴ്സ്-ലീ ആണ് WWW ഇൻവെൻറ്റ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ടിം ബേണേഴ്സ്-ലീ ആണ്. 1989 അത് കൊണ്ടുവന്നത്. ദെൻ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താണ് വേൾഡ് വൈഡ് വെബ് കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ മേക്കിംഗ് ദ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ടു ദ ജനറൽ പബ്ലിക്. ആദ്യകാലത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ സയൻറ്റിഫിക്, അതായത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് സയൻറ്റിസ്റ്റുമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രൊഫഷണൽ സംവിധാനങ്ങൾക്ക് മാത്രമായിരുന്നു ഇത്തരത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്നത്. പിന്നീടാണ് അത് എല്ലാവർക്കും, ജനറൽ പബ്ലിക്കിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റണം എന്നുള്ള രീതിയിലാണ് ടിം ബേണേഴ്സ്-ലീ എന്ത് ചെയ്തത്, വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ വെബ് ബ്രൗസേഴ്സ് വന്നു. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരുപാട് വെബ് ബ്രൗസേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആദ്യകാലത്ത് വന്ന നെറ്റ്സ്കേപ്പ് നേവിഗേറ്റർ, അതുപോലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പോലുള്ള വെബ് ബ്രൗസേഴ്സ് വന്നു. പിന്നീട് ഇൻ്റർനെറ്റ് ആക്സസ് എല്ലാം സിംപ്ലിഫൈഡ് ആയി. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ രീതിയിൽ നമ്മൾ വെബ് ബ്രൗസേഴ്സ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നീടാണ് ഇമെയിലിൻ്റെയും ഓൺലൈൻ സർവീസസിൻ്റെയും എല്ലാം ഇൻവെൻഷൻ വരുന്നത്. ഇമെയിലെല്ലാം വരുന്നത് ആ ഒരു കാലഘട്ടത്താണ്. ഇമെയിലും ഓൺലൈൻ സർവീസസ് ലൈക്ക് AOL എന്നൊക്കെ പറഞ്ഞ, കമ്പ്യൂസർവ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ ഓൺലൈൻ സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോപ്പുലർ ആയത് ആ ഒരു കാലഘട്ടത്താണ്, 1990s ടു ആ ഒരു കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയ ആൻഡ് വെബ് 2.0. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം വരുന്നത് 2000 അല്ലേ, നമുക്കറിയാം. ഫേസ്ബുക്കാണ് ആദ്യമായിട്ട് വരുന്നത് 2004, പിന്നെ ട്വിറ്റർ 2006 വരുന്നു, യൂട്യൂബ് 2005 വരുന്നു. അത് ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനെ തന്നെ റിവല്യൂഷനൈസ് ചെയ്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസാണ് ഇതെല്ലാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. പിന്നെ ബ്ലോഗിങ്ങും യൂസർ ജനറേറ്റഡ് കണ്ടൻസും വരുന്നു. ബ്ലോഗ്സ് നമുക്കറിയാം, എല്ലാവരും ബ്ലോഗ് ചെയ്തിടുന്നവരാണ്. അതുപോലെ തന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, നമുക്കെല്ലാം യൂസറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് കാര്യങ്ങളെല്ലാം വന്നു. വേർഡ് പ്രസ് വന്നു, ഫ്ലിക്കർ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. പിന്നീടാണ് മൊബൈൽ ഡിവൈസസും ആപ്പുകൾ വന്നു. സ്മാർട്ട് ഫോൺസും അതുപോലെ തന്നെ മൊബൈൽ ആപ്സ്, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂ മീഡിയ ഇൻട്രാക്ട് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ മൊബൈൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നു. ദെൻ കറണ്ട് ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 2010 ടു പ്രസൻറ്റ് ആണ്. അത് ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വരുന്നതാണ്. ഇൻക്രീസിങ് യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഷേപ്സ് ന്യൂ മീഡിയ. സോ AI കാലഘട്ടമാണിത്. അപ്പോൾ AI ഈ പറഞ്ഞ പോലെ ന്യൂ മീഡിയേൻ്റെ ഡാറ്റ അനലിറ്റിക്സ് കാര്യങ്ങളെല്ലാം ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വെർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, VR ആൻഡ് AR ടെക്നോളജീസ്, അതായത് VR ആൻഡ് AR സ്റ്റുഡിയോസ് ഒക്കെ കേട്ടിട്ടില്ല, അതുപോലെ വെർച്വലും ഓഗ്മെൻറ്റഡ് ആയിട്ടുള്ള റിയാലിറ്റി കാര്യങ്ങളുള്ള പുതിയ മീഡിയ എക്സ്പീരിയൻസസ് കൊണ്ടുവരാനായിട്ട് പറ്റി. ദെൻ സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് അല്ലേ, ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, Disney+ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെ സ്ട്രീമിംഗ് സർവീസസും ഈ ഒരു 2010 ശേഷം വന്ന ഡെവലപ്മെൻ്റ് ആണ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് ദൂരദർശനാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ, നാഷണൽ ടെലിവിഷൻ നെറ്റ്വർക്കാണ്. 1959 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ദൂരദർശൻ. ഫസ്റ്റ് ട്രാൻസ്മിഷൻ ടുക്ക് പ്ലേസ് ഇൻ ഡൽഹിയിലാണ് ആദ്യമായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ ലിമിറ്റഡ് ഓഡിയൻസിനെ വെച്ചിട്ടായിരുന്നു. പിന്നീട് അതിൻ്റെ എക്സ്പാൻഷൻ വന്നു. ഓവർ ദി ഇയേഴ്സ് ദൂരദർശൻ എക്സ്പാൻഡഡ് ഇറ്റ്സ് റീച്ച് ആൻഡ് ആഡിങ് മോർ ചാനൽസ്, ഇൻക്രീസിങ് ഇറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ഏരിയ. അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ഏരിയ എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടും പുതിയ ഒരുപാട് ചാനലുകൾ ആഡ് ചെയ്തുകൊണ്ടും അതിൻ്റെ റീച്ച് ഒരുപാട് കൂട്ടി അവർ ഓവർ ദി ഇയേഴ്സ്, പല വർഷങ്ങൾ കൊണ്ട്. പിന്നീട്
ഒബ്ജക്റ്റീവ്സ് ഓഫ് ദൂരദർശൻ നോക്കുകയാണെങ്കിൽ എന്താണ് ദൂരദർശൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ആണിത്. ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസ്ഡ് അല്ല, പബ്ലിക്കാണ് അല്ലേ, അതായത് ഗവൺമെൻറ് ഓൺഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എയിം എന്ന് പറയുന്നത് മറ്റുള്ള പ്രൈവറ്റ് TV ചാനൽസ് പോലെ കച്ചവട താല്പര്യമില്ല, കൊമേഴ്ഷ്യൽ രീതിയിലല്ല. അവർക്ക് പരസ്യം വരണം, കൂടുതൽ വരുമാനം വരണം, TRP റേറ്റ് കൂടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവർക്കെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഇവരുടെ എയിം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടു ദ മാസസിന്, അതായത് പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് ഇൻഫർമേഷനും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ദൂരദർശൻ്റെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. ദെൻ പ്രൊമോട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഇതൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, അതിൻ്റെ യൂണിറ്റി, ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി പോലുള്ള ഇന്ത്യയുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കാറ്റർ ടു ഡൈവേഴ്സ് ഓഡിയൻസസ്. ദൂരദർശൻ എയിംസ് ടു കാറ്റർ ടു ഡൈവേഴ്സ് ഓഡിയൻസസ് ഇൻക്ലൂഡിങ് റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷൻ. സോ ഒരു പ്രത്യേകം സ്പെസിഫൈഡ് ഓഡിയൻസിനല്ല അവർ നോക്കുന്നത്, അതായത് മറിച്ച് എല്ലാവർക്കും എത്തിക്കണം. അതായത് റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും ഏറ്റവും ഉള്ളിലുള്ള പ്രദേശത്താണെങ്കിലും ടൗണിലാണെങ്കിലും എല്ലാ ഏരിയയിലുള്ള ആളുകൾക്കും പോപ്പുലേഷൻസിനും ഈ ഒരു സർവീസ് എത്തിക്കണം എന്നുള്ള ഒരു എയിം കൂടെ ദൂരദർശനുണ്ട്. ദൂരദർശൻ്റെ ചാനൽസും സർവീസസും നോക്കുകയാണെങ്കിൽ DD നാഷണൽ, DD ന്യൂസ്, DD സ്പോർട്സ്, റീജിയണൽ ചാനൽസ് ഉണ്ട്, ഡിജിറ്റൽ സർവീസസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കറിയാം DD നാഷണൽ അല്ലേ, നാഷണൽ ചാനലുണ്ട്, അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചാനലാണ്. മിക്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ന്യൂസ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എല്ലാമാണ് അത് എയർ ചെയ്യുന്നത്. ദെൻ DD ന്യൂസ് എന്ന് വെച്ചാൽ 24/7 ന്യൂസ് കവറേജ് മാത്രം, ഫോക്കസിങ് ഓൺ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, ന്യൂസ് മാത്രം കവർ ചെയ്യുന്നതാണ് DD ന്യൂസ്. ദെൻ DD സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പോർട്സ് ഈവൻറ്റ്സ് ഇൻക്ലൂഡിങ് ക്രിക്കറ്റ്, ഹോക്കി, മറ്റ് എല്ലാ തരമുള്ള പോപ്പുലർ സ്പോർട്സ് എല്ലാം കവർ ചെയ്യുന്നതാണ് DD സ്പോർട്സ്. ദെൻ അത് കൂടാതെ റീജിയണൽ ചാനൽസ് ഉണ്ട്. റീജിയണൽ ചാനൽസ് എന്ന് വെച്ചാൽ ഓരോരോ റീജിയണിന് വേണ്ടിയിട്ടുള്ള DD മലയാളം ഉണ്ട്. കേരളത്തിൻ്റെ ആണെങ്കിൽ DD മലയാളം, ദെൻ DD പഞ്ചാബി ഉണ്ട്, DD ഗുജറാത്തി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റീജിയണൽ ചാനൽസ് അതിനുണ്ട്. പിന്നെ ഡിജിറ്റൽ സർവീസസ് ഉണ്ട്. ഡിജിറ്റൽ സർവീസസ് എന്ന് വെച്ചാൽ ലൈവ് സ്ട്രീമിങ്ങും മൊബൈൽ ആപ്സും ഓൺലൈൻ ആർക്കൈവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൂരദർശൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദൂരദർശൻ്റെ ഇത്രയും വൈഡായിട്ടുള്ള കുറേ ചാനൽസും സർവീസസും ആണുള്ളത് അല്ലേ. ദൂരദർശൻ നാഷണൽ, DD നാഷണൽ, DD ന്യൂസ്, DD സ്പോർട്സ്, അതുകൂടാതെ നമ്മുടെ DD മലയാളം, DD പഞ്ചാബി, DD ഗുജറാത്തി എന്നൊക്കെ പറഞ്ഞാൽ റീജിയണൽ ചാനൽസ് വേറെ, ഓരോ സംസ്ഥാനത്തിനും ഓരോ DDയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചാനൽസും കാര്യങ്ങളുണ്ട്. അതുപോരാതെയാണ് ഇവർ ഡിജിറ്റൽ സർവീസസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ വന്നിട്ടുള്ളത്. അടുത്തത് ഇമ്പാക്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മാസ് റീച്ച് ആണ്. ദൂരദർശൻ ഹാസ് എ മാസീവ് റീച്ച് കവറിങ് over 90% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഒരു 90% ആളുകളിലേക്ക് ഈ ഒരു മാസ് റീച്ച് ദൂരദർശന് ഉണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. 90% ആളുകൾക്കും ദൂരദർശൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റൂറൽ പെനട്രേഷൻ. Doordarshan has played a significant role in penetrating rural areas, providing entertainment and information to undeserved populations. So, ഏറ്റവും താഴ്ന്നതട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റൂറൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവിടെയുള്ള ആ പ്രദേശത്തുള്ള റൂറൽ ഏരിയാസിൽ പോലും ഈ ഒരു ദൂരദർശൻ്റെ സർവീസസ് ഇവർ എത്തിക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ പ്രിസർവേഷൻ. നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും, ലൈക്ക് ട്രഡീഷണൽ മ്യൂസിക്, ഡാൻസ്, ആർട്ട് ഫോംസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ആ ഒരു കൾച്ചറൽ പ്രിസർവേഷന് ഇവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ലൈക്ക് സജസ് ശിക്ഷ ദർശൻ, ഗ്യാൻ ദർശൻ, അങ്ങനെയുള്ള ലിറ്റററി, ഹെൽത്ത്, വൊക്കേഷണൽ സ്കിൽസ് പോലുള്ള എഡ്യൂക്കേഷൻ സ്പെസിഫിക് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഇവർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഹിസ്റ്ററി നോക്കാം. AR വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ July 8, 1927 ആസ് എ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. 1927 IBC ആയിട്ടാണ് ആദ്യം വരുന്നത്. Then first broadcast took place on July 23, 1927 from Mumbai. Then nationalization. AR was nationalized in 1936, becoming a government-owned broadcast. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ARനെ മാത്രമായിട്ട് സ്പെസിഫിക് ആയി നോക്കുകയാണെങ്കിൽ 1927 ഇത് വരുന്നത്, July 8. ആൻഡ് July 23, 1927 ഇതിൻ്റെ ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് നടക്കുന്നത് മുംബൈയിൽ വെച്ചായിരുന്നു. ആൻഡ് ഇത് നാഷണലൈസേഷൻ സംഭവിച്ചത് എപ്പോഴാണ്? 1936. ആൻഡ് അതിനുശേഷം എന്തായി? ഗവൺമെൻറ് ഓൺഡ് ബ്രോഡ്കാസ്റ്ററായി. ആദ്യം ഒരു പ്രൈവറ്റ് ലൈക്ക് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് ഗവൺമെൻറ് അണ്ടറിൽ വന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്ററാണ്.
ഈ ഓൾ ഇന്ത്യ റേഡിയോൻ്റെയും ദൂരദർശൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ സെയിം ആണ്. അപ്പോൾ അതിൽ നോക്കി അതേ ഒബ്ജക്റ്റീവ്സാണ് ഇതും. കാരണം രണ്ടും ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ആണല്ലേ. അപ്പോൾ ഇതും പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ്. ഇൻഫർമേഷനും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പ്രൊമോട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ, നാഷണൽ യൂണിറ്റി, നമ്മുടെ നാഷണൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കാറ്റർ ടു ഡൈവേഴ്സ് ഓഡിയൻസ്. ഇതെല്ലാം ദൂരദർശനിൽ പറഞ്ഞ അതേ ഒബ്ജക്റ്റീവ്സ് ആണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഉള്ളത്. ദെൻ സർവീസസും ചാനൽസും AARൻ്റെ നോക്കുകയാണെങ്കിൽ വിവിധ് ഭാരതി, പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് ചാനൽ, ബ്രോഡ്കാസ്റ്റിംഗ് മ്യൂസിക്, ഡ്രാമ ആൻഡ് അതർ പ്രോഗ്രാംസ്. ഈ AARൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് വിവിധ് ഭാരതി എന്ന് പറഞ്ഞൊരു പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് ചാനൽ. അതിൽ മ്യൂസിക്കും ഡ്രാമയും മറ്റ് പ്രോഗ്രാംസും എല്ലാമാണ് എയർ ചെയ്യുന്നത്. ദെൻ നാഷണൽ ചാനലുണ്ട്, AAR's ഫ്ലാഗ്ഷിപ്പ് ചാനൽ, ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നാഷണൽ ചാനൽ അതിനുണ്ട്, അതായത് ന്യൂസും കറണ്ട് അഫയേഴ്സും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എല്ലാം എയർ ചെയ്യുന്നുണ്ട്. ദെൻ റീജിയണൽ ചാനൽസ് ഉണ്ട്. AARനും ഇതുപോലെ റീജിയണൽ ചാനൽസ് ഉണ്ട്, ലൈക്ക് AAR FM ഗോൾഡ്, AAR FM റെയിൻബോ, AAR റീജിയണൽ എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ലാംഗ്വേജ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ചാനൽസ്, റീജിയണൽ ചാനൽസ് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ സർവീസസ്, AAR ബ്രോഡ്കാസ്റ്റ് പ്രോഗ്രാംസ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ടാർഗറ്റിംഗ് ഇൻ്റർനാഷണൽ ഓഡിയൻസസ്. ഇൻ്റർനാഷണൽ, ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ AAR ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസ്. ദെൻ പ്രോഗ്രാംസും കണ്ടൻറ്റും എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. AAR റേഡിയോ ആണ്, അപ്പോൾ ആ റേഡിയോയിൽ എന്തൊക്കെ പ്രോഗ്രാംസും കണ്ടൻറ്റും ആണ് വരുന്നത് വെച്ചാൽ AAR ന്യൂസും കറണ്ട് അഫയേഴ്സും എയർ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബുള്ളറ്റിൻസും കറണ്ട് അഫെയർ പ്രോഗ്രാംസും അനലൈസിസും ഒക്കെ. ദെൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോക്കസിങ് ഓൺ ലിറ്ററസി, ഹെൽത്ത് ആൻഡ് വൊക്കേഷണൽ സ്കിൽസ്. ദെൻ കൾച്ചറൽ പ്രോഗ്രാംസ് ഷോക്കേസസ് ഇന്ത്യൻ കൾച്ചർ, ബ്രോഡ്കാസ്റ്റിംഗ് ട്രഡീഷണൽ മ്യൂസിക്, ഡാൻസ് ആൻഡ് ആർട്ട് ഫോംസ്. ദെൻ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, മ്യൂസിക്, ഡ്രാമ, കോമഡി. അപ്പോൾ ഇത്രത്തോളമുള്ള പ്രോഗ്രാംസും കണ്ടൻറ്റുമാണ് വരുന്നത്, ന്യൂസും കറണ്ട് അഫയേഴ്സും. ദെൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ലിറ്ററസി, ഹെൽത്ത്, വൊക്കേഷണൽ സ്കിൽസ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള. ദെൻ കൾച്ചറൽ പ്രോഗ്രാംസ്, ട്രഡീഷണൽ മ്യൂസിക്, കൾച്ചർ, ഡാൻസ്, ആർട്ട് ഫോംസ് എല്ലാം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ലൈക്ക് മ്യൂസിക്, ഡ്രാമ, കോമഡി പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ന്യൂസും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും കണ്ടൻറ്റുമാണ് AAR എയർ ചെയ്യുന്നത്. ഓക്കെ, AAR പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളത്. ഫുള്ളി ഈ AAR, ദൂരദർശൻ, മീഡിയ, ന്യൂ മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഡീൽ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കണ്ട.